നിങ്ങൾ ചെറിയ കാര്യങ്ങൾ പോലും മറക്കുന്നവരാണോ? എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകുന്നവരാണോ? എങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ ഡിമെൻഷ്യ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഓർമ്മയെയും ചിന്തയെയും ബാധിക്കുന്ന തരത്തിൽ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ കുറയുന്നതിനെയാണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. സാധാരണയായി വൃദ്ധരിലാണ് ഈ അവസ്ഥ കൂടുതലായി കാണപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ ഈ അവസ്ഥ ചെറുപ്പക്കാരിലും കണ്ടുവരുന്നു. ഡിജിറ്റൽ ടെക്നോളജിയുടെ വർദ്ധിച്ചു വരുന്ന ഉപയോഗം കാരണം യുവാക്കൾ പുതിയ അവസ്ഥയായ ഡിജിറ്റൽ ഡിമെൻഷ്യയുമായി പൊരുതുകയാണ്. എന്താണ് ഡിജിറ്റൽ ഡിമെൻഷ്യ? 65 വയസ്സിന് മുകളിലുള്ളവർക്കാണ് സാധാരണയായി ഡിമെൻഷ്യ ബാധിക്കുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിതമായ ഉപയോഗം കാരണം ചെറുപ്പക്കാരിൽ ഡിമെൻഷ്യയുടെ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടേക്കാം. ഇത് ദൈനംദിന ജീവിതത്തെയും ജോലിയെയും ആശയവിനിമയത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു. അതിനാൽ നിരവധി യുവാക്കൾക്ക് ഓർമ്മക്കുറവും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ടും നേരിടുന്നുണ്ട്. നിരന്തരമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണലിന്റെ സഹായം തേടുന്നത് നല്ലതാണ്. ഈ അവസ്ഥ നേരത്തെ തന്നെ കണ്ടെത്തുന്നത് ദീർഘകാല ആഘാതം തടയാനും ചിന്താശക്തി പുനഃസ്ഥാപിക്കാനും സഹായിക്കും. അതേസമയം പുതുതലമുറയിലുള്ളവരുടെ IQ കുറഞ്ഞു വരികയാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. നമ്മളിൽ പലരും പല മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ തലച്ചോറ് ശരിയായി പ്രവർത്തിക്കണമെന്നില്ല. ഉദാഹരണത്തിന് മൊബൈൽ ഫോണിൽ ഫോൺ നമ്പറുകൾ സൂക്ഷിക്കുന്നതിനാൽ അവയെ ഓർമ്മിച്ചു വയ്ക്കേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല. അങ്ങനെ ഫോൺ നമ്പറുകൾ ഓർമ്മിക്കാനുള്ള തലച്ചോറിന്റെ കഴിവ് ക്രമേണ കുറയുന്നു. നമ്മുടെ ശീലങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ ഈ അവസ്ഥയും മറികടക്കാൻ സാധിക്കും. ഇടയ്ക്കിടയ്ക്ക് ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ദിവസം 8 മണിക്കൂർ ഉറക്കം ശീലമാക്കുക. ഇത് ഓർമ്മശക്തിയുടെ ഏകീകരണത്തിന് സഹായിക്കുന്നു. കൂടാതെ ധാരാളം വെള്ളം കുടിച്ച് ശരീരത്തിൽ ജലാംശം നിലനിർത്തുകയും ആരോഗ്യകരമായ ഭക്ഷണക്രമം പിന്തുടരുകയും ചെയ്യുക. ശാരീരിക വ്യായാമവും സൂര്യപ്രകാശവും ഏൽക്കുന്നതും ഡോപ്പമൈൻ ഉണ്ടാവാൻ സഹായിക്കുന്നു. ഇത് ഏകാഗ്രത മെച്ചപ്പെടുത്തുന്നു. ഇത്തരത്തിൽ ചെറിയ കാര്യങ്ങൾ ശീലമാക്കി വർദ്ധിച്ചു വരുന്ന ഡിജിറ്റൽ ഡിമെൻഷ്യയിൽ നിന്നും രക്ഷ നേടാം.